ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇതൊരു ചെറിയ ബർത്ത്ഡേയും ഷോപ്പിംഗ് ആയിട്ടൊക്കെയുള്ളൊരു വ്ളോഗാണ്. ബർത്ത്ഡേ എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ എൻ്റെ അടുത്ത് ജാസ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ സർപ്രൈസ് കൊടുക്കാമെന്ന്, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങാമെന്ന് വെച്ച് നമ്മുടെ അടുത്തുള്ളൊരു ടൗണിൽ പോകാമെന്ന് കരുതി. അങ്ങനെ മുത്താപ്പയുടെ മോനാണ് ഞങ്ങളെ കൊണ്ടുപോയത്. കുഞ്ഞുങ്ങളെ രണ്ടുപേരുടെയും ഇളയ കുഞ്ഞുങ്ങളെ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ മോളെ എടുത്തിട്ടുണ്ടായിരുന്നു. മൂത്തവരെ രണ്ടുപേരെയും കട ഏൽപ്പിച്ചിട്ടാണ് വന്നത്. അവരവിടെ നിന്നുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ കടയിലേക്ക് വന്നു. നമ്മുടെ അടുത്തുള്ള ടൗണിലാണ്, അവിടെ ഫാമിലി എന്ന് പറയുന്ന കടയിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. നാഷണൽ ഡേയുടെ പേര് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയത് തന്നെ വീട്ടിൽ നിന്ന്, കാരണം നാഷണൽ ഡേക്ക് ഓഫർ ഇടും. അങ്ങനെ ഞങ്ങൾ ആ കടയിൽ വന്നു. അവിടെ നല്ല സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നാഷണൽ ഡേയുടെ ഒക്കെ നല്ല ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കുള്ള കുറേ ഡ്രസ്സൊക്കെ നോക്കി, പിന്നെ ഞങ്ങൾക്കും വേണ്ടത് ഞങ്ങൾ കുറച്ച് നോക്കി. അങ്ങനെ അവൾ സാലിമാക്ക് 2-3 ജോഡിയൊക്കെ എടുത്തായിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല ഞങ്ങളുടേത്. പിന്നെ മോള് കുഞ്ഞുങ്ങൾ കരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ട്രോളി വെച്ച് ഉരുട്ടി കളിപ്പിക്കുകയായിരുന്നു. പിന്നെ നല്ല ബാഗിനൊക്കെ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടായിരുന്നു ബാഗ്, പിന്നെ നമ്മൾ അവിടെ വരെ വന്നേ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ കയറി ഒന്ന് നോക്കി. പിന്നെ താഴത്തെ ഫ്ലോറിലായിരുന്നു ജെൻസിന് വേണ്ടിയിട്ടുള്ളതെല്ലാം. അങ്ങനെ ഞങ്ങൾ താഴെ നോക്കി, ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ വേറെ അടുത്തൊരു കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ കടയിൽ അവിടെയും അത്ര നല്ലതായിട്ടൊന്നും തോന്നിയില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് ഒന്നും എടുത്തില്ല. അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ഞങ്ങൾ വേറൊരു കടയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ കട നിന്ന കടയിലേക്ക് വന്നു. അവിടുന്ന് ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചിട്ട് പിന്നെ അവന്മാരെ അവിടെയായിരുന്നു ഏൽപ്പിച്ചിട്ട് പോയിരുന്നത്. അങ്ങനെ അവിടുന്ന് പിന്നെ അവന്മാരെ എടുത്തുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പിട്ട് ഞങ്ങൾക്ക് 2-3 ബലൂൺ വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് സെലീക്ക നിന്ന കടയിലേക്ക് വരിക. അവിടെ കടയിൽ കയറി ബലൂണൊക്കെ എടുത്തു. പിന്നെ കീയും വാങ്ങിക്കൊണ്ട് ഞങ്ങൾ വന്നു. പിന്നെ കുറച്ച് സമയമുള്ള, അപ്പോൾ ആ സമയത്തിനുള്ളിൽ 2-3 ബലൂണൊക്കെ സെറ്റ് ചെയ്ത് കേക്കൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ സെലീക്കായും വന്നു, 2 പേരും ഉണ്ടായിരുന്നു. വന്നു അങ്ങനെ കഥ തുറന്നപ്പോൾ ഇവന്മാരിങ്ങനെ ബഹളം വെച്ച് പാട്ട് പാടുന്നുണ്ടായിരുന്നു, ബർത്ത്ഡേ ആയതുകൊണ്ട്. അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സർപ്രൈസ് ആയിട്ടുണ്ട്, കാരണം പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനെ കേക്കൊക്കെ വാങ്ങുമെന്ന്. പൊതുവേ അതിനോടൊന്നും താല്പര്യമില്ല, പിന്നെ നമ്മളങ്ങനെ ചെയ്യുമെന്നൊന്നും കരുതിയതുമില്ല. പിന്നെ എന്താണ്, ഞങ്ങൾ ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ ചെയ്തു. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി, അവർക്കൊക്കെ വലിയ ഇഷ്ടമായത്. അങ്ങനെ അവരും പ്രതീക്ഷിച്ചില്ല, അവരും കണ്ടിട്ടില്ലായിരുന്നു കേക്ക് വാങ്ങി വെച്ചിരുന്നത്. അങ്ങനെ കേക്കൊക്കെ വാങ്ങി മുറിച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾക്കിന്ന് ഫുഡ് ബ്രോസ്റ്റഡായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ബ്രോസ്റ്റഡും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നപ്പോൾ ഹൈസുമനെ കാണുന്നില്ല. നോക്കിയപ്പോഴും അവന് ഈ കേക്ക് കുറച്ചേ കൊടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക്, രാത്രി ആയതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ബാക്കി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവനത് കണ്ടിട്ടുണ്ടായിരുന്നു. അവനത് എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ പോയി ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ആളവിടെ ഇരുന്ന് കേക്ക് എടുത്ത് വെച്ച് കഴിക്കാനും നല്ല രസമായിരുന്നു അത് കാണാൻ. അങ്ങനെ ഞങ്ങളുടെ ഈ ചെറിയ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.